അപ്പം നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. ആണോ? നമ്മൾ സ്കൂളിൽ പോവാണ് കേട്ടോ. ഇന്നിവിടെ സ്കൂളിൽ ആനിവേഴ്സറി സെലിബ്രേഷൻ ആണ്. അതുകൊണ്ടാണ് രാവിലെ നമ്മൾ പോകുന്നത്. എൻ്റെ കൂടെ ഉണ്ണിയുണ്ട്. അതിരാവിലെ എണീക്കാൻ ഉണ്ണിക്കും എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ രാവിലെ അസംബ്ലി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പിക്നിക് കേട്ടോ. അങ്ങനെ ഓരോ ക്ലാസ്സും സെപ്പറേറ്റ് ആണ് പിക്നിക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ ഞങ്ങളുടെ സ്കൂളിൻ്റെ 45ാമത് വാർഷികമാണ്. ഞങ്ങൾ സ്കൂളിൽ ഉണ്ടായിട്ട് 45 വർഷമായി കേട്ടോ. നമ്മൾ പിക്നിക്കിൻ്റെ ഏരിയയിലോട്ട് വന്നു. ഓരോ ക്ലാസ്സിനും സെപ്പറേറ്റ് ഏരിയ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ഫ്രൂട്ട്സ് കാര്യങ്ങളും അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ പാരൻസ് ആണ് കേട്ടോ ചെയ്തത്. ഇത് നോക്കി നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. വളരെ സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയ രീതിയിലാണ് ഓരോ ക്ലാസ്സും ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് നല്ല രസവും ഉണ്ടായിരുന്നു. ഇത് രാവിലെ ആയതുകൊണ്ട് തന്നെ കുട്ടികളും ഉഷാറായിട്ട് എല്ലാത്തിനും കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല വെയിലൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല കാറ്റൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല സുഖം ഉണ്ടായിരുന്നു അവിടുത്തെ ആ ഒരു മൊത്തത്തിലുള്ള അന്തരീക്ഷം കേട്ടോ. ഞങ്ങളുടെ സ്കൂളിൻ്റെ 45ാമത് വാർഷികമാണ് കേട്ടോ. ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ആഘോഷം തീരുന്നില്ല. അടുത്ത ഒരാഴ്ച നിറയെ ആഘോഷങ്ങളാണ്. ഇത് ഞങ്ങളുടെ ക്ലാസ് ഒരുക്കിയ ഡെക്കറേഷനാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ പാരൻസ് അറേഞ്ച് ചെയ്താണ്. ഇത് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഒരു കൈൻഡ് ഓഫ് ഫുഡാണ്. ട്യൂണ പേസ്റ്റ് ആണ് കേട്ടോ. ഇതിന് ഇവിടെ റിഹാക്കുരു എന്ന് പറയും. പിന്നെ അവരുടെ ഐറ്റംസ് തന്നെയായിരുന്നു കൂടുതൽ. അതുകൊണ്ട് ഞാൻ കൂടുതലും ഫ്രൂട്ട്സ് ആയിരുന്നു കഴിച്ചത് കേട്ടോ. അങ്ങനെ കുട്ടികളുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോഴാണ് ആകാശത്ത് കൂടി ഒരു വിമാനം ലാൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാണുന്നത് കേട്ടോ. എല്ലാവരും ഒത്തുകൂടി കാര്യമായിട്ട് ഫുഡൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമില്ലേ ഈ കേക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അതിനിടയിൽ ഒരു സീപ്ലെയിനും കൂടി അവിടെ പോകുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരം ഒന്ന് ഫോട്ടോസൊക്കെ എടുത്തു ഞാനും ഉണ്ണി. ഇനി ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ട സമയമായി. രാവിലെ എണീറ്റ് കൊണ്ട് തന്നെ നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ണിയുടെ ചെവിയിൽ കണ്ടു ഒരു പൂവൊക്കെ അവളുടെ ടീച്ചർ കൊടുത്താണ്. അപ്പോൾ എന്തായാലും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. ഇന്ന് സാറ്റർഡേ ആയത് കാരണം ഇന്ന് സ്കൂൾ കാര്യങ്ങളൊന്നുമില്ല. ഇന്നിങ്ങനെയുള്ള ആഘോഷം മാത്രമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പല ആൾക്കാരും പറയാറുണ്ട് നിങ്ങൾക്ക് സുഖമല്ലേ രാവിലെ പോയാൽ ഉച്ചയാകുമ്പോൾ വീട്ടിൽ വരാമല്ലോ എന്ന്. അങ്ങനെയല്ല കേട്ടോ. മാലദ്വീപ്സിൽ ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഉച്ചവരെ ഒഫീഷ്യലി ജോലി ഉള്ളെങ്കിലും അത് കഴിഞ്ഞ് ഏത് സമയത്തും നമ്മൾ സ്കൂളിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോകേണ്ടി വരും കേട്ടോ. അത് നൈറ്റ് ആണെങ്കിലും ഡേ ആണെങ്കിലും ഞങ്ങൾ പോകേണ്ടി വരും. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോവാണ്. അല്ലോ നീ എനിക്ക് ബലൂണൊക്കെ കിട്ടി. ഓക്കെ, until the next video, it's Nivya signing off.